പി ബി ജെയിംസ് നമുക്കിപ്പം ചേരുന്നു. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ യുദ്ധം കൂടുതൽ കടുക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് പി ബി ജെയിംസ് നമുക്കിപ്പം ചേരുന്നതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് 48 മണിക്കൂർ അന്ത്യശാസനം ഇറാൻ തള്ളിക്കളഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ ഇറാനിലെ 30 സർവകലാശാലകളും പെട്രോ കെമിക്കൽ സംവിധാനങ്ങളും ആണവ പ്ലാന്റും ആക്രമിച്ച ഇസ്രയേലും അമേരിക്കയും ഇറാനുമായി ചേർന്ന് സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയും ഹൂത്തികളും പറയുന്നു. ഈ അവസരത്തിൽ പി ബി ജെയിംസ് ചേരുന്നു. ജെയിംസ്, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ സ്കെയിൻ. പള്ളിയിലൊക്കെ പോയോ? പള്ളിയിൽ നിന്ന് രാവിലെ പോയി. ഒരു വിശ്വാസിയായി തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ എല്ലാ വിശ്വാസങ്ങളെയും പുൽകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിനത്തിലെ വലിയ വലിയ കാര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ വരുന്നത്. സമാധാന ബന്ധനത്തിന്റെ നാളുകളാണോ ഇനി കൂടുതൽ വരുന്നത്? സമാധാനത്തിനുള്ള സാധ്യതകൾ കാണുന്നില്ല എന്നാണ്. ഈസ്റ്റർ പ്രത്യാശയുടെ പെരുന്നാളാണെങ്കിലും ഇവിടെ വലിയ പ്രത്യാശ യുദ്ധത്തിന്റെ കാര്യത്തിലില്ല എസ്കെയിൻ. അതുകൊണ്ടായിരിക്കണം മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയ്ക്ക് പറയേണ്ടി വന്നത്. ലോക നേതാക്കളെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മാർപ്പാപ്പ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററിലും സംസാരിച്ചിരിക്കുന്നത്. അവിടെ മരിച്ചു വീഴുന്ന 100 കണക്കിന് കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ എല്ലാവരെയും അതിന് കാരണക്കാർ ലോക നേതാക്കളാണ്. അവര് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഒരുപക്ഷെ ഈസ്റ്റർ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ എസ്കെയിൻ പശ്ചിമേഷ്യയിലെ ജനങ്ങൾ വല്ലാത്ത നിരാശയിലും സങ്കടത്തിലും ആശങ്കയിലുമാണ്. 100 കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരുപക്ഷെ നമുക്ക് അല്പം ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത വന്നിട്ടുള്ളത്. ട്രംപിന്റെ 48 മണിക്കൂറിന്റെ അന്ത്യശാസനം നിലനിൽക്കുകയാണ്. ഇറാൻ നിബന്ധനകൾ പാലിച്ച് കീഴടങ്ങണമെന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഇറാന്റെ മറുപടി വന്നിരിക്കുന്നു. ട്രംപ് ഹെൽപ്ലെസ് ആണ്, ഹീസ് നെർവസ്. നിസ്സഹായനായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് കേണപേക്ഷിക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ ഇറാൻ, ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ നിബന്ധനകളൊന്നും പാലിക്കുന്നില്ല, ഞങ്ങൾ അതെല്ലാം തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല ഇറാൻ കയറി ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഈ മണിക്കൂറുകളിൽ ഇറാൻ മാത്രമല്ല ഹൂതികൾ, ഹെസ്ബുള്ള അവരൊക്കെ ആക്രമണം സംയുക്തമായി വളഞ്ഞു വെച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇസ്രായേലും അമേരിക്കയും വെറുതെ ഇരിക്കുന്നില്ല. അവർ ഇതിനകം തന്നെ ഇറാനിലെ 30 സർവകലാശാലകൾ തകർത്ത് കളഞ്ഞു. ബുഷഹറിലെ ആണവ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തി. പെട്രോ കെമിക്കൽ ഫെസിലിറ്റീസ് തകർത്തു. നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാനിലേക്കുള്ള ആക്രമണം തുടരുകയാണ്. ഒരുപക്ഷെ അമേരിക്ക ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങൾ ഇനി നരകം പോലെ തീമഴ പെയ്യിക്കാൻ പോവുകയാണ്, നരകത്തിലെ പോലെ തീമഴ പെയ്യിക്കാൻ പോകുന്നു, ഹെൽ ഈസ് കമ്മിങ് ഔട്ട് ഹിയർ എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ഞങ്ങളതൊന്നും കണ്ട് പേടിക്കുന്നില്ല എന്ന് ഇറാനും പറയുന്നു. എന്തായാലും അമേരിക്കയ്ക്ക് വലിയ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എസ്കെയിൻ. കാരണം അമേരിക്കയുടെ തലപ്പത്തുള്ള നിരവധി സൈനിക മേധാവികളുടെ തലതെറിച്ചിരിക്കുന്നു. അവരെയൊക്കെ പുറത്താക്കിയിരിക്കുകയാണ്. അവരുടെ ഡിഫൻസ് മന്ത്രിയായിട്ടുള്ള പീറ്റ് ഹെക്സേത്ത്. അവിടെ സൈന്യവും ഭരണകൂടവും തമ്മിൽ വലിയ പ്രശ്നത്തില്ല. സൈന്യം പറഞ്ഞു ഈ ഇറാനുമായിട്ട് ആക്രമിക്കാൻ പോണ്ട. അവിടുത്തെ മിലിറ്ററി അനലിസ്റ്റുകൾ പറഞ്ഞു. അതെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടാണ് ട്രംപും ഭരണകൂടവും യുദ്ധത്തിന് പോയിരിക്കുന്നത്. വിയറ്റ്നാമിലെ പോലെ വലിയ അവസ്ഥയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യേക അവസ്ഥയിൽ എസ്കെയിൻ അമേരിക്ക പ്രതിരോധത്തിലാണ്. പക്ഷേ ട്രംപ് അവസാനത്തെ ആയുധമെടുത്ത് പ്രയോഗിക്കുകയാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, ഏപ്രിൽ 6-ാം തീയതി. അതിന് ഉള്ളിൽ നിങ്ങൾ സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ തകർക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സമാധാനത്തിനുള്ള ചർച്ചകൾ പാകിസ്ഥാനിൽ നടക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗച്ചി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് പോവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ ചർച്ച നടന്നേക്കാം. പക്ഷെ അത് ഇപ്പോൾ കൃത്യമായി തീർത്ത് പറയാൻ പറ്റുന്ന അവസ്ഥയിലല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭീതി വളരുകയാണ് എസ്കെയിൻ. പി ബി ജെയിംസ്, അപ്പോൾ താങ്കളുടെ ഒരു ഈസ്റ്റർ ആശംസ പറയാൻ നമ്മുടെ KC വേണുഗോപാൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കാര്യം അദ്ദേഹമായിട്ടുള്ള ഇന്റർവ്യൂ വൈകുന്നേരം 5 മണിക്ക് നമ്മൾ സംപ്രേഷണം ചെയ്യാം. അദ്ദേഹത്തിന് തിരിച്ചും KC വേണുഗോപാലിന് തിരിച്ചും ആശംസകൾ നേരുന്നു. നിങ്ങൾ പഴയ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു അല്ലേ? വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സ് ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നല്ല, PBക്ക് പരിചയമില്ലാത്തവരാരാന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.